മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ, ഈ മിന്നൽ മാരത്തണൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും എങ്ങനെയാണ് പഠിക്കുന്നത്? എപ്പോഴും മുൻപൊക്കെ നമ്മുടെ ഓരോ ലൈവ് ചാലഞ്ചിലും ഒക്കെ ചെയ്തതുപോലെ ഇപ്പോഴും നിങ്ങളിപ്പോൾ ഒരു ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ലൈവ് നോക്കാം അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മുടെ അലൻ സാറിൻ്റെ ലൈവ് അല്ലേ. ഇപ്പോൾ അലൻ സാറിൻ്റെ ലൈവ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ലൈവ് കാണാം? അലൻ സാർ വന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ അലൻ സാർ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ കേട്ടിരിക്കുകയാണോ ചെയ്യുക? അല്ല, അലൻ സാർ എന്തായാലും ഒരു ബുക്കും പെന്നും എടുക്കാൻ പറയും. പക്ഷേ നിങ്ങൾ അലൻ സാർ ഒരു ക്വസ്റ്റ്യനൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നോക്കിയിരിക്കുകയാണോ ചെയ്യുക? അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇനിയിപ്പോൾ നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതി ഒന്ന് ചെറുതായിട്ട് മാറ്റാം. കാരണം ഈ നോക്കിയിരിക്കുമ്പോഴുള്ള പ്രശ്നം, നമ്മളിത് നോക്കുമ്പം നമ്മുടെ ബ്രെയിനിന് നമുക്കെല്ലാം തോന്നും, നമുക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് തോന്നും. അതായത് നമ്മളിതാ ക്വസ്റ്റ്യനും കാണുകയാണ്, ആൻസറും കാണുകയാണ്. അപ്പോൾ നമുക്ക് എനിക്ക് ഓർമ്മയുണ്ട്, കാരണം നമ്മളിത് എന്തായാലും മുൻപ് പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ പറയും എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയും. നമ്മുടെ ബ്രെയിനും പറയും നിനക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എക്സാം ഹാളിൽ എത്തുമ്പോൾ എന്താ പറ്റുക? അലൻ സാർ ഉണ്ടാവില്ല, ഈ ആൻസറും ഉണ്ടാവില്ല, നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഓർത്തെടുത്താൽ കിട്ടുമോ? ഇല്ല. കാരണം നമ്മുടെ ബ്രെയിൻ എന്താ കണ്ടിട്ടുള്ളത്? ക്വസ്റ്റ്യനും ആൻസറും ഒരുമിച്ച്. അപ്പോൾ ബ്രെയിൻ പറഞ്ഞു ഞാൻ കാണുകയല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എക്സാം ഹാളിൽ എത്തുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ കിട്ടുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്താം. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങളുടെ ഈ മിന്നൽ മാരത്തണും എക്സാം ടൈമിലുള്ള പ്രിപ്പറേഷനിൽ ചെറുതായിട്ടൊരു മാറ്റം വരുത്തുക. സിമ്പിളാണ്. നമ്മൾ ലൈവ് കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? സാർ എന്തായാലും ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ആദ്യം പറയുന്നുണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യും? സാർ ഇവിടെ ഇപ്പോൾ കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ് സാറ് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈവ് ഇവിടെ പോസ് ചെയ്യുക. ഇപ്പോൾ സാറ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ബുക്കും പേപ്പറും ഉണ്ട്. എൻ്റെ മക്കൾ ഈ ലൈവ് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക. നിങ്ങളിവിടെ എന്ത് എഴുതുക? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. സെക്കൻഡറി ഇക്വേഷൻസ് അല്ല, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ എഴുതാം. എന്നിട്ട് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ ഓർത്തെടുത്ത് എഴുതുക. കുറച്ച് കോൺസെപ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, എന്തെങ്കിലും ഇക്വേഷനോ എന്തെങ്കിലും കോൺസെപ്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങളത് അവിടെ എഴുതുക. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്തു? അവിടെ ആ കാര്യങ്ങൾ എൻ്റെ മക്കൾ അത് ഓർത്തെടുത്തു അല്ലേ. അപ്പോൾ നമുക്കവിടെ റീകോളിംഗ് എന്ന് പറയുന്ന കാര്യം, നമ്മൾ പഠിച്ച കാര്യം, ഇതെന്തായാലും നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരു തവണ അവിടെ ഓർമ്മിച്ചെടുത്തു. നമ്മൾ എഴുതി നോക്കി അല്ലേ, നമ്മളിവിടെ എഴുതി നോക്കി. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ബാക്ക് ടു ലൈവ്. എന്നിട്ട് സാറ് പറയണത്, സാറ് ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞ സമയത്ത്, ഞാൻ എഴുതിയ സമയത്ത് കിട്ടാതെ ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇവിടെ നോക്കുക, മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർത്തെടുത്താൽ അയ്യോ അതെന്തായിരുന്നു കിട്ടില്ല. പക്ഷെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ലൈവിൽ നോക്കുക, സാർ എന്താണ് പറയണത്. ഇങ്ങനെ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ സാർ എന്ത് തരും? നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരുമല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും പോസ് ചെയ്യുക. നമുക്കൊരു ക്വസ്റ്റ്യൻ എടുക്കാം അല്ലേ. റെഡി. ഇവിടെ നമുക്ക് സാർ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക? സാർ പറയുന്നുണ്ടോ പോസ് ചെയ്യൂ എന്നാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കാതെ, സാർ ഇത് സോൾവ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈവ് പോസ് ചെയ്യുക, നമ്മുടെ നോട്ട്ബുക്കിലേക്ക് വരിക, ഈ ക്വസ്റ്റ്യൻ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നു, നമ്മൾ അതിൻ്റെ ആൻസറും എഴുതുന്നു. അതിൻ്റെ ആൻസർ നമ്മൾ എഴുതുന്നു. ഈ ആൻസർ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ മക്കളെ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. കാരണം എക്സാം ഹാളിൽ അലൻ സാറ്, അച്ഛനാമ സാർ, അലക്സ് സാർ ആരും ഉണ്ടാവില്ല. നിങ്ങളും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും. അപ്പോൾ ഇപ്പോഴേ എന്ത് ചെയ്യുക? അത് ശീലിക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇനിയിപ്പോൾ സംശയമുണ്ട് എൻ്റെ ആൻസർ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അലൻ സാറ് ചെയ്ത് നോക്കുക. ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു, നിങ്ങളത് ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലൈവ് എടുത്ത് നോക്കാം. ഇനി അടുത്ത സാർ എന്താ ക്വസ്റ്റ്യൻ തരുന്നത്, ആ ക്വസ്റ്റ്യൻ നോക്കുക. അങ്ങനെ നിങ്ങൾ ഈ ലൈവ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ എക്സാമിന് വേണ്ടിയല്ലേ പഠിക്കുന്നത്, അത് ചെയ്യാം. ഇനിയിപ്പോൾ ഇതല്ല, നിങ്ങൾക്കിപ്പോൾ ഇന്നലെ നമ്മുടെ ആരുടെ ക്ലാസ് കഴിഞ്ഞു? നമ്മുടെ അലക്സ് സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞു അല്ലേ. അപ്പോൾ അലക്സ് സാറിൻ്റെ ക്ലാസ് എടുക്കാം. ഇനിയിപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫിസിക്സ് ആണെങ്കിലേ സാർ ക്ലാസ്സിൽ ആദ്യം എന്താ പഠിപ്പിക്കാൻ പോകുന്നത്? നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. പോരട്ടെ. ഓക്കെ, സാർ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
കൊള്ളാം. മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ എൻ്റെ മക്കൾ ആദ്യം എന്ത് ചെയ്യുക, ഈ മ്യൂച്വൽ ഇൻഡക്ഷനും വെച്ചിരിക്കാതെ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ കാണുമ്പോൾ തന്നെ ലൈവ് അങ്ങോട്ട് പോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മുടെ നോട്ട്ബുക്കിലേക്ക് വരുന്നു. നമുക്ക് എന്താ എഴുതാനുള്ളത്, മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിവിടെ വീണ്ടും എഴുതുന്നു. നമ്മൾ മാത്സിൽ ഒരു ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കിട്ടിയപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എഴുതിയ പോലെ മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്തെങ്കിലും സർക്യൂട്ട് ഉണ്ടോ, എന്താണ് കാര്യങ്ങൾ, അതിനെ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്. ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എഴുതുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ എഴുതി നോക്കുക, നമ്മൾ അതിനെ ബ്രെയിനിനെ ഒന്നിങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കുക, കിട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിവിടെ എഴുതി വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മുടെ ലൈവിലേക്ക് വരിക. എന്നിട്ട് സാർ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ കിട്ടുന്നില്ലെങ്കിൽ സാറ് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കിട്ടി അല്ല, ഒന്ന് ഓർത്തെടുക്കാൻ പറ്റി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ലൈവ് പോസ് ചെയ്യുക. സാറ് പറഞ്ഞപ്പോൾ മനസ്സിലായി അത് ഓർത്തെടുക്കാൻ കിട്ടിയെങ്കിൽ ലൈവ് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അത് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി നോക്കുക. ഓക്കെ, യെസ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനോട് റിലേറ്റഡ് ആയിട്ട് സാർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ ലൈവിൽ. ഇവിടെ സാർ ഇക്വേഷനൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സാർ ഇവിടെ ടിക്ക് ഇടുന്നതും തെറ്റിടുന്നതും നോക്കിയിരിക്കുമോ? അല്ല, നമ്മൾ തന്നെ അത് ഒറ്റയ്ക്ക് ലൈവ് പോസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം എക്സാം ഹാളിൽ എൻ്റെ മക്കൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. രണ്ടാമത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കും. മൂന്നാമത് നമുക്ക് എഴുതിയൊരു പ്രാക്ടീസ് വരും. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു കാര്യം ഉണ്ടാവുള്ളൂ. കാരണം മുൻപൊന്നും നിങ്ങൾ പഠിച്ചതുപോലെയല്ല, ഇതിപ്പോൾ എക്സാം ടൈമായി. എക്സാം ടൈം ആവും തോറും നമ്മൾ പഠിക്കുന്ന രീതി എന്തായിരിക്കണം, എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ആ എക്സാം മോഡിലേക്ക് നമ്മൾ ഇടണം. അല്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലാതെ നമ്മളിങ്ങനെ കൂളായിരിക്കുന്നത് പോലെ അല്ല, അപ്പോൾ നമുക്ക് എക്സാമിന് എഴുതാൻ കിട്ടില്ല. അപ്പോൾ ഈ രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി നോക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും കാര്യം ഉണ്ടാവും. കാരണം നമ്മൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയാലേ, അത് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ യെസ്, നമ്മൾ സക്സസ്ഫുള്ളാണ്. നമുക്ക് കാര്യവും മനസ്സിലാവും, നമുക്ക് എക്സാമിനും ഇതുകൊണ്ട് കാര്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊന്നും എൻ്റെ മക്കൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഇതിൽ പറയുന്ന സമയത്ത് കിട്ടാത്തതുണ്ട്, അതായത് നമ്മൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നതാണെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വൺ ഷോട്ടിലോ ഏതെങ്കിലുമൊക്കെ നോക്കി കാണാം. ഇതും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക മക്കളെ, എക്സാമിന് നമ്മൾ കഷ്ടപ്പെടും. ആ സമയത്ത് ലാസ്റ്റ് മിനിറ്റിൽ ഇരുന്നിട്ട് ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചാൽ ഒന്നും ചെയ്യാനുണ്ടാവില്ല. കാര്യം മനസ്സിലാക്കുക, വളരെ കറക്റ്റായിട്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇനിയുള്ള ലൈവുകളും കാര്യങ്ങളും ഈ രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഈ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് തുടങ്ങുമ്പോൾ തന്നെ കോൺസെപ്റ്റ് നിങ്ങൾ എഴുതി നോക്കുക. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ കിട്ടാത്തതാണെങ്കിൽ ലൈവ് നോക്കി ഒന്ന് ഓർത്തെടുത്ത് വീണ്ടും എഴുതുക. ക്വസ്റ്റ്യൻസ് സ്വയം പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഈ മിന്നൽ മാരത്തൺ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ലൈവ് കാണുമ്പോഴൊക്കെ നല്ല രസമാണ്, എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എക്സാം ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് മനസ്സിലായെങ്കിൽ ആ രീതിയിൽ ഇനി പ്രാക്ടീസ് ചെയ്യുന്ന കൂടെ മിസ്സിനൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ.